അവകാശമാണ്, അത് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ്, അത് എൻ്റെ വിശ്വാസം അനുസരിച്ച് ശരിയാണ് എന്ന് പറഞ്ഞാൽ ജനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള എല്ലാ സഹായങ്ങളും കോടികളും ഭൂഗർഭ താവളങ്ങൾ ഉണ്ടാക്കി ആയുധശേഖരങ്ങൾ നടത്തിക്കൊണ്ട് ലോകത്തെ കീഴടക്കുവാൻ വേണ്ടി സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി അള്ളാഹയെ ദൈവമായിട്ട് അംഗീകരിക്കാത്തവരെ കൊന്നുകളയണം. ഇത് ഭീകരവാദമാണ്, ഇത് മതമല്ല. നമസ്കാരം. മനസാക്ഷിയുള്ള മനുഷ്യരെ, എല്ലാവരും മനസാക്ഷിയുള്ളവരാണോ എന്ന് ചോദിച്ചാൽ അതെ, എല്ലാവരും മനസാക്ഷിയുള്ളവരാണ്. പക്ഷെ എല്ലാവരും നല്ല മനസാക്ഷിയുള്ളവരാണോ? നിർബന്ധമില്ല. നല്ല മനസാക്ഷിയുള്ളവരെ മനുഷ്യരെന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്താണ് ഈ നല്ല മനസാക്ഷി, തെറ്റായ മനസാക്ഷി എന്നൊക്കെ പറയുമ്പോൾ? മനുഷ്യൻ ആരായിരിക്കണം, ആ രീതിയിൽ അവനായിരിക്കുമ്പോൾ, അവൻ ജീവിക്കുമ്പോൾ അവൻ മനുഷ്യനാണ്. ആരായിരിക്കണം മനുഷ്യൻ? കാര്യകാരണ സഹിതം ബോധപൂർവം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വതന്ത്രമായി ഓരോ മനുഷ്യൻ്റെയും ലോകത്തിൻ്റെയും സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് മനസാക്ഷിയുള്ള, നല്ല മനസാക്ഷിയുള്ള ആ മനുഷ്യൻ. മറിച്ച് സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കുവാനും കൊല്ലുവാനും തയ്യാറാകുമ്പോൾ അത് ശരിയാണ് എന്ന് വാദിച്ചാൽ, അത് എന്തിൻ്റെ പേരിലാകട്ടെ, പ്രസ്ഥാനത്തിൻ്റെ പേരിലാകാം, മതത്തിൻ്റെ പേരിലാകാം, വിശ്വാസത്തിൻ്റെ പേരിലാകാം, മറ്റുള്ളവരെ കൊല്ലുന്നത് ശരിയാണ്, എൻ്റെ അവകാശമാണ്, അത് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ്, അത് എൻ്റെ വിശ്വാസം അനുസരിച്ച് ശരിയാണ് എന്ന് പറഞ്ഞാൽ അവർ മനുഷ്യരല്ല, അവർക്ക് മനസാക്ഷിയില്ല, തെറ്റായ മനസാക്ഷി കൊണ്ട് താണ്ട് തെറ്റായ മനസാക്ഷിയിലൂടെ അവർ അല്ലാതാവുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് നല്ല മനസാക്ഷിയുള്ള മനുഷ്യരോടാണ്. എന്തിനെക്കുറിച്ചാണ്? ഇന്ന് ലോകത്തിൽ നടക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ച് മനുഷ്യൻ ദുഃഖിക്കുകയാണ്, മനസാക്ഷിയുള്ളവർ വേദനിക്കുകയാണ്. പ്രത്യേകിച്ച് ഇസ്രായേലും പലസ്തീനുമായുള്ള യുദ്ധം അല്ല, പലസ്തീനുമായിട്ടല്ല യുദ്ധം, പലസ്തീൻ രാജ്യവുമായിട്ടല്ല യുദ്ധം, ഇസ്രായേലും ഹമാസ് എന്ന ഭീകരവാദിയുമായിട്ടാണ് യുദ്ധം. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തെ അതിലപ്പുറം കടന്നുകൊണ്ട് സത്യത്തിൽ ഇവിടെ നടക്കുന്നത് ആയുധമെടുത്തുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി മരിക്കുവാനും കൊല്ലുവാനും തയ്യാറാകുന്ന ഭീകര പ്രവർത്തകരും മനസാക്ഷിയുള്ള നല്ല മനുഷ്യരും തമ്മിലാണ് ഇവിടെ യുദ്ധം നടക്കുന്നത്. കാരണം ഭീകരവാദികളുടെ നേതാവായി ഇന്ന് നിൽക്കുന്ന ഹമാസ് എന്ന പേരുള്ള മനുഷ്യൻ വെല്ലുവിളിച്ചിട്ടുണ്ട്, ഇവിടെ യുദ്ധം ഇസ്രായേലിനോടല്ല, തുടക്കം മാത്രം, ഞങ്ങൾ ലോകത്തെ മുഴുവനും കീഴടക്കും. അതിനുവേണ്ടി പലസ്തീൻ എന്ന രാജ്യത്തിൻ്റെ ആശുപത്രികളുടെ അടിയിലും സ്കൂളുകളുടെ അടിയിലും കുട്ടികളുടെ കളിസ്ഥലങ്ങളുടെ അടിയിലുമൊക്കെ വീടുകളുടെ അടിയിലുമൊക്കെ ടണലുകൾ ഉണ്ടാക്കി അവിടെ ആയുധം ശേഖരിച്ച് വയ്ക്കുകയാണ്. ഇസ്രായേൽ ജനം എന്ത് ചെയ്യും? ഇന്ന് പലരും ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവർ ഗാസ കീഴടക്കി സർവ്വതും നശിപ്പിച്ചു, ആസ്പത്രി നശിപ്പിച്ചു, സ്കൂളുകൾ നശിപ്പിച്ചു, നിരപരാധികളെ അവർ വധിക്കുന്നു. ശരിയാ, സത്യത്തിൽ ഇസ്രായേലിനെ അവർ കൊടുക്കുകയായിരുന്നു, ഭീകരവാദികൾ കൊടുക്കുകയായിരുന്നു. കാരണം രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ജനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള എല്ലാ സഹായങ്ങളും കോടികളും ഭൂഗർഭ താവളങ്ങൾ ഉണ്ടാക്കി ആയുധശേഖരങ്ങൾ നടത്തിക്കൊണ്ട് ലോകത്തെ കീഴടക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു. അതിനെ നശിപ്പിക്കാതെ ഇസ്രായേലിന് മനസമാധാനത്തോടുകൂടി ഉറങ്ങാൻ പറ്റുകയില്ല. ഓർക്കുക, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വന്ന ജനങ്ങൾ ആഹ്ലാദിച്ച് നടത്തുന്ന ഒരു ആഘോഷത്തിനിടയിലാണ് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലെ ഭീകരരെ എല്ലാം തകർത്ത് കൊണ്ട് ഭീകരരുടെ വേഷത്തിലും സാധാരണക്കാരുടെ വേഷത്തിലും ഇസ്രായേൽ പട്ടാളത്തിൻ്റെ വേഷത്തിലും കടന്നു വന്നുകൊണ്ട് നിരപരാധികളെ കൊന്നത്, പിഞ്ചുകുഞ്ഞുങ്ങളുടെ കഴുത്തറുത്തത്, സ്ത്രീകളെയും പെൺകുഞ്ഞുങ്ങളെയും ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്തത്, ഇതൊക്കെ മനുഷ്യത്വമാണോ? മനസാക്ഷിയുള്ളവർക്ക് പറ്റുന്നതാണോ? തെറ്റാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരെ തകർത്ത് പിന്നീട് എല്ലാ ഇസ്ലാമിൽ വിശ്വസിക്കാത്തവരെല്ലാം തകർക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഭീകരവാദികളെ തകർക്കാതെ ഇസ്രായേലിന് സമാധാനത്തോടുകൂടി ഉറങ്ങാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് സൈനിക താവളങ്ങളും ആയുധങ്ങളും ശേഖരിക്കപ്പെട്ടിട്ടുള്ള ആശുപത്രികളും സ്കൂളുകളും കുട്ടികളുടെ കളിസ്ഥലങ്ങളും ഒക്കെ നശിപ്പിക്കപ്പെട്ടാൽ അതിന് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ സ്വരക്ഷയ്ക്ക് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. അതുതന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞതും, ഞങ്ങൾ യുദ്ധം നിർത്തിയാൽ, ഞങ്ങൾ വെടിനിർത്തിയാൽ ഞങ്ങൾ ഇല്ലാതാകും. അതുകൊണ്ട് ഇവിടെ യുദ്ധം നടക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങളിലും സ്വാതന്ത്ര്യത്തിലും അടിയുറച്ചു നിൽക്കുന്ന ഒരു രാജ്യവും ലോകത്തെ കീഴടക്കാനായിട്ട് പരിശ്രമിക്കുന്ന തീവ്രവാദികളുമായിട്ടാണ്. ആ തീവ്രവാദികൾ ഇന്ന് മുസ്ലിം രാജ്യങ്ങളിൽ പോലും പ്രശ്നമല്ലേ? അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന തീവ്രവാദികൾ പാകിസ്ഥാനിൽ പ്രശ്നമുണ്ടാക്കുന്നു. അതുകൊണ്ട് പാകിസ്ഥാൻകാർ അഫ്ഗാനിസ്ഥാനിലുള്ളവരെ പറഞ്ഞുവിടുന്നു, ക്രൂരമായ രീതിയിൽ പറഞ്ഞുവിടുന്നു. അവർ താമസിച്ച
സ്ഥലങ്ങൾ തകർത്തു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? നല്ല മുസ്ലിമുകൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇസ്ലാമാണെങ്കിൽ ഭീകരവാദികൾ പറയുന്നത് പോലെ ആയുധമെടുക്കണം, സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി അള്ളാഹയെ ദൈവമായിട്ട് അംഗീകരിക്കാത്തവരെ കൊന്നുകളയണം. ഇത് ഭീകരവാദമാണ്, ഇത് മതമല്ല. മതമെന്ന് പറയുന്നത് മനസാക്ഷിയുള്ളവരെ മനുഷ്യന് നന്മ ചെയ്യുവാനുള്ള പ്രചോദനവും ശക്തിയും ഊർജവും വിശ്വാസത്തിൽ നിന്ന് സ്വീകരിക്കുമ്പോഴാണ് അതൊരു മതമാകുന്നത്. അല്ലാതെ കൊല്ലുന്നതും ക്രൂരമായി കൊല്ലുന്നതും കഴുത്തറുത്ത് കൊല്ലുന്ന ചിത്രങ്ങൾ ഇന്ന് യൂട്യൂബിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ജീവനോടെ മനുഷ്യനെ ബന്ധിച്ചിട്ട് അവൻ്റെ നെഞ്ചുഭാഗം പിളർന്ന് തുടിക്കുന്ന ഹൃദയത്തെ കാണുന്ന ഭീകരപ്രവർത്തകരുണ്ട്. ഇതൊക്കെ മനസ്സാക്ഷിയുള്ളവർക്ക് സാധിക്കുന്നതാണോ? ഇതൊക്കെ പ്രവർത്തിക്കാൻ പ്രചോദനമാകുന്നത് ഏത് പ്രസ്ഥാനമാണെങ്കിലും അതൊരിക്കലും ഒരു മതമല്ല. രാഷ്ട്രീയത്തിലുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും മതത്തിലുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും മനുഷ്യനെ ക്രൂരമായി പീഡിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, അതിൽ സന്തോഷിക്കുന്നത് അത് മനസ്സാക്ഷിയില്ലാത്ത മനുഷ്യർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെ ലോകത്തെ കീഴടക്കാൻ വേണ്ടി എല്ലാവിധ തക്കിയകളും ജിഹാദിസവും പ്രാവർത്തികമാക്കുകയാണ്. തക്കിയ എന്ന് പറയുമ്പോൾ സ്നേഹം നടിക്കുക, എല്ലാ പ്രകാരത്തിലും സ്നേഹം നടിക്കുക, എന്നിട്ട് വഞ്ചിക്കുക. അത് ജോലിയുടെ രീതിയിലാകാം, സാമ്പത്തിക സഹായത്തിൻ്റെ രീതിയിലാകാം, പ്രേമത്തിൻ്റെ രീതിയിലാകാം. അതെ, അങ്ങനെ അഭിനയിച്ചുകൊണ്ട് മറ്റുള്ളവരെ ചതിച്ച് കൊല്ലുക. ഇത് മനുഷ്യത്വമാണെന്ന് പറയാൻ പറ്റുമോ? ഇത് മനുഷ്യത്വമല്ലെങ്കിൽ എങ്ങനെ ഇതൊരു മതത്തിൻ്റെതാകും? അത് മതമല്ല. ഭൂഗർഭ ആലയങ്ങളുടെ മുകളിൽ സ്ഥാപിക്കപ്പെട്ട സ്കൂളുകളും മോസ്കുകളും ആശുപത്രികളും തകർക്കേണ്ട ഗതികേടിലേക്ക് ഇസ്രായേൽ വലിച്ചിഴക്കപ്പെട്ടെങ്കിൽ ഒരു കാര്യം കൂടി ഇവിടെ ഓർക്കണം. ഇത്രയും ശക്തമായ ഒരു പട്ടാളം, ആധുനികമായ യുദ്ധോപകരണങ്ങൾ ഇസ്രായേലിൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? തീർച്ചയായും ഭീകരരെ കയറി ജെറുസലേം നശിപ്പിക്കും. ജെറുസലേം നശിപ്പിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഓർക്കണം, ലോകത്തിൽ മനസ്സാക്ഷിയുള്ള ഏതൊരു വ്യക്തിക്കും പ്രധാനപ്പെട്ടതാണ് ജെറുസലേം. കാരണം ലോകത്തിന് ഏറ്റവും നല്ല മനസ്സാക്ഷി രൂപീകരണത്തിന് സഹായിക്കുന്ന, ഉന്നതമായ ധാർമ്മികത നൽകിയിട്ടുള്ള, സ്വന്തം ജീവിതത്തിലെ തൻ്റെ പ്രഭാഷണങ്ങളെ പ്രാവർത്തികമാക്കിയ ഈശോമിശിഹായുടെ ക്രിസ്തുവിൻ്റെ ജനന ജീവിത പീഡാനുഭവ മരണ ഉത്ഥാന സംഭവങ്ങൾ നടന്ന സ്ഥലമാണ് ജെറുസലേം എന്ന് പറയുന്നത്, ഇസ്രായേൽ രാജ്യം. അതിൻ്റെ ഓർമ്മകളൊക്കെ അവിടെയുണ്ട്. ആ ഓർമ്മകളെല്ലാം തന്നെ, ആ ചരിത്രത്തിൻ്റെ തെളിവുകളെല്ലാം തന്നെ നശിപ്പിക്കപ്പെടുമെന്നുള്ളത് സത്യമാണ്. കാരണം ഭീകരപ്രവർത്തകരുടെ ലക്ഷ്യം യഹൂദര് മാത്രമല്ല, ക്രിസ്ത്യാനികളും. അതുകൊണ്ട് പലസ്തീനായിലുള്ള ക്രിസ്ത്യാനികൾ വധിക്കപ്പെടുമ്പോൾ, പലസ്തീനായിലുള്ള നല്ല മുസ്ലിമുകൾ വധിക്കപ്പെടുമ്പോൾ, ഇസ്രായേലിൻ്റെ ബോംബാക്രമണങ്ങളിൽ കുട്ടികളും വധിക്കപ്പെടുമ്പോൾ, അവിടെ ആയുധമെടുത്ത് ലോകത്തെ കീഴടക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഭീകരരെ സംബന്ധിച്ച് യാതൊരു ദുഃഖവുമില്ല. അവർ സന്തോഷിക്കുകയാണ്. കാരണം അവരുടെ ഉള്ളിലുള്ള തെറ്റായ മനസാക്ഷി എന്താണ്? ആയുധമെടുത്ത് അള്ളാഹ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറല്ലാത്തവർ വധിക്കപ്പെടണം. അങ്ങനെ ഞങ്ങളൊന്നും അറിഞ്ഞില്ല, അത് ഇസ്രായേലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ ഒരു ഭീകര രാഷ്ട്രമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. അതെ, മനസാക്ഷിയില്ലാത്തവർക്ക് അത് സാധിക്കുകയുള്ളൂ. ഒരു കാര്യം കൂടി ഓർക്കണം, ഭീകരപ്രവർത്തകർ ഇസ്രായേലിലേക്ക് തള്ളിക്കയറി കാണുന്നവരൊക്കെ വെടിവെച്ച് കൊന്നത് ഒരു ആഹ്ലാദത്തിൻ്റെ മണിക്കൂറുകളിലായിരുന്നു. അതെ, ഇത് ഇന്നലെയും തുടങ്ങിയതല്ല, മുഹമ്മദിൻ്റെ കാലം മുതൽ ആരംഭിച്ചതാണ്. അതുകൊണ്ട് അർമേനിയയിലെയും ടർക്കിയിലെയും സിറിയയിലെയും ഇറാഖിലെയും ഒക്കെ പാകിസ്ഥാനിലെയും ക്രിസ്ത്യാനികളും യഹൂദരുമൊക്കെ എവിടെ? അപ്പോൾ അത് ഇന്നലെയും തുടങ്ങിയതല്ല. ഇന്ന് ഇസ്രായേലിൽ ഇത് നടന്നപ്പോൾ അവർ അതിൻ്റെ തെളിവുകൾ നൽകി. പക്ഷേ ഇന്നും അർമേനിയയിലെ ക്രിസ്ത്യാനികൾ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുമ്പോൾ ഈ ക്രൂരതകളൊക്കെ ആരറിയുന്നു? ആരും അറിയുന്നില്ല, ആരും പറയാനുമില്ല. അതുകൊണ്ട് ആയുധമെടുത്തുകൊണ്ട് ഭീകരവാദികളെ നശിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഇസ്രായേലിനല്ല തെറ്റുപറ്റിയിട്ടുള്ളത്. മറിച്ച് നിഷ്കളങ്ക രക്തം ചിന്തിക്കൊണ്ട് എല്ലാ ക്രൂരതകളിലൂടെയും ലോകത്തെ കീഴടക്കാനായിട്ട് പരിശ്രമിക്കുന്ന മനസ്സാക്ഷിയില്ലാത്ത ഭീകരർക്കാണ് തെറ്റുപറ്റിയിട്ടുള്ളത്. അത് മനസ്സിലാക്കാൻ മനസ്സാക്ഷിയുള്ളവർക്ക് സാധിക്കട്ടെ. മനസ്സാക്ഷിയുള്ള ഓരോ വ്യക്തിയും തെറ്റായ വിശ്വാസത്തിൻ്റെയും തെറ്റായ മനസ്സാക്ഷിയുടെയും പേരിൽ ആയുധമെടുത്തുകൊണ്ട് സർവനാശത്തിനായിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്ന ഭീകരരെ നശിപ്പിക്കുവാനായി പരിശ്രമിച്ച് മതിയാകും. ലോകത്തിന് സമഗ്രമായ സമാധാനമുണ്ടാകണമെങ്കിൽ മനുഷ്യനെ സ്നേഹിക്കണം.
ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും അഭയാർത്ഥികളായി വന്ന വ്യക്തികൾ ഭീകരരായിട്ട് മാറുകയാണ്. എല്ലാവരും ഇസ്ലാം മതത്തിൽ ചേരണം, ഇല്ലെങ്കിൽ എല്ലാ ക്രൂരതകളും ഞങ്ങൾ ചെയ്യും എന്ന് വാദിക്കുകയാണ്. അങ്ങനെ സമ്പൽ സമൃദ്ധിയിൽ സമാധാനത്തിൽ ജീവിക്കുന്ന യൂറോപ്യൻ രാജ്യം പോലും ഇന്ന് ഭയപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് മനസ്സാക്ഷിയുള്ളവരെല്ലാവരും തന്നെ, ആഫ്രിക്കക്കാരാകട്ടെ, ഓസ്ട്രേലിയക്കാരാകട്ടെ, നൈജീരിയക്കാരാകട്ടെ, അമേരിക്കക്കാരാകട്ടെ, ഇസ്രായേൽക്കാരാകട്ടെ, ഇന്ത്യക്കാരാകട്ടെ, ചൈനയാകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, മനസ്സാക്ഷിയുള്ള എല്ലാവരും ഭീകര പ്രസ്ഥാനത്തിന് എതിർ നിൽക്കുവാനും